ഇന്ന് നല്ല കാലാവസ്ഥയാണല്ലോ. മോർണിംഗ് വാക്കിന് പോകാൻ പറ്റിയ കാലാവസ്ഥ. ഏ ഇതെന്ത് സാധനം ഈ വരുന്നേ? അയ്യോ, ഇതെന്താ എനിക്ക് പറ്റി? ഞാനെന്താ ഇങ്ങനെ തലതിരിഞ്ഞു നിൽക്കുന്നേ? അയ്യോ, ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. അയ്യോ സോറി അപ്പൂപ്പ, ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. നിന്റെ ഒരു സോറി എന്നെ മര്യാദക്ക് നേരെയാക്കടാ. സോറി അപ്പൂപ്പ, എന്നെ കൊണ്ട് അപ്പൂപ്പനെ നേരെയാക്കാൻ കഴിയില്ല. നീ എന്താടാ പറഞ്ഞ വെള്ളക്കൂറെ? മര്യാദക്ക് എന്നെ നേരെയാക്കിക്കോ. അപ്പൂപ്പ അപ്പൂപ്പ ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. എന്റെ പൊന്നേ അപ്പൂപ്പ, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്ക്. എന്നെ കൊണ്ട് നിങ്ങളെ നേരെയാക്കാൻ പറ്റില്ല. പിന്നെ ആരെ കൊണ്ടാടാ ആക്കാൻ കഴിയാ? അത് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അയാളിപ്പോ എന്റെ കൂടെയല്ല. ആഹാ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇന്ന പിടിച്ചോ. ഇപ്പൊ നിന്റെ ബുദ്ധിമുട്ട് മാറിയോ? മാറിയില്ലെങ്കിൽ ഒന്നുകൂടി തരാം. അയ്യോ, ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നല്ലേ. ഓടിക്കോ. ഡാ വെള്ളപ്പാറ്റ, എന്നെ നേരെയാക്കിട്ട് പോടാ. നിന്നെ എന്റെ കൈ കിട്ടും, ഞാൻ അപ്പൊ നിന്നെ എടുത്തോളാം. അയ്യോ, എന്നാലും ഞാനിതെങ്ങനെയൊന്ന് രക്ഷപ്പെടുക? ആ സാധനം അങ്ങ് ദൂരെ എത്തിയല്ലോ. അത് മനുഷ്യന്റെ കുഞ്ഞു തന്നെയാണോ? അയ്യോ, എന്നെ ആരെങ്കിലും ഒന്ന് നേരെയാക്കോ. നാട്ടാരെ ഒന്നോടി വായോ. ഒരാള് പോലും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഈ ഐശ്വര്യല്ലേ എവിടെ പോയി കിടക്കുക? ഐശ്വര്യ മോളെ, ഒന്ന് അച്ഛനെ വന്ന് രക്ഷിക്കടി. ഋതു, നിന്റെ അച്ചാച്ചൻ തലയിരിഞ്ഞു പോയടി. അയ്യോ, ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തലയിരിഞ്ഞു നിൽക്കുവോ? അയ്യോ, എന്നെ രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് വായോ, വന്ന് എന്നെ രക്ഷിക്ക്. എന്റെ മോളെ, ഞാൻ കുറച്ചു മുമ്പ് ഒരു ചെറുക്കനെ കണ്ടു. അവനെ ഒന്ന് കണ്ടതേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെയല്ലേ. എന്നിട്ട് ചെറുക്കനെവിടെ? അവൻ എന്റെ കയ്യിൽ നിന്ന് രണ്ട് കിട്ടിയപ്പോ ഓടിപ്പോയി. അല്ല ഗ്രാൻഡ്പാ, അപ്പൊ ഗ്രാൻഡ്പയെ ഞങ്ങൾ എങ്ങനെ ശരിയാക്കുക? എനിക്കറിയില്ല മോളെ. എന്നെ നേരെയാക്കാൻ അവന് മാത്രമേ അറിയൂ. പക്ഷെ അവനത് പറയുന്നുമില്ല. നിന്റെ മമ്മി എവിടെ? അവളെയും വിളിക്ക്. മമ്മി കുളിക്കുക ഗ്രാൻഡ്പാ. മോളെ മോളെ എങ്ങനെയെങ്കിലും ഈ ഗ്രാൻഡ് പനെ ഒന്ന് സഹായിക്ക്. ഞാൻ സഹായിക്കാം ഗ്രാൻഡ്പാ. ഗ്രാൻഡ്പാ ആ പയ്യനെ കാണാൻ എങ്ങനെയുണ്ടെന്ന് പറ. അവനെ കാണാൻ കടലാസ് പോലെ വെളുപ്പുണ്ട്, രണ്ടുണ്ട കണ്ണുണ്ട്, പിന്നെ വയലറ്റ് മുടിയും. പക്ഷെ അവൻ മനുഷ്യനല്ല, അതെനിക്ക് ഏകദേശം ഉറപ്പായി. മനുഷ്യനല്ലെന്നോ? അതേ മോളെ, മോളെ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് കണ്ടുപിടിക്ക്. ഇല്ലെങ്കിൽ ഈ ഗ്രാൻഡ് പാ ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തലതിരിഞ്ഞ് ജീവിക്കേണ്ടി വരും. ഗ്രാൻഡ്പാ പേടിക്കണ്ട ഗ്രാൻഡ്പാ. ഗ്രാൻഡ്പയെ ഞാൻ സഹായിക്കാം. ഇത് ഈ ഋതുവിന്റെ വാക്കാ. അവൻ എങ്ങോട്ടാ പോയേ? ദാ അവൻ ആ ഭാഗത്തേക്കാ പോയേ. ഉണ്ണി, കാണാൻ നല്ല പോരണ്ടേ? അത് ഞാൻ സഹിച്ച്. അല്ലടാ, ആരെങ്കിലും കളിക്കാനെല്ലാം വരുമ്പോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇടുവോ? ഞാനിടും. ആ, നിങ്ങൾ നേരത്തെ വന്നോ? ഉണ്ണി കാണാൻ മുഞ്ചായിട്ടുണ്ടല്ലോ. കേക്കടി, കേട്ട് പഠിക്ക്. പിന്നെ ഭയങ്കര മുഞ്ചാന്ന്. അല്ല ചിന്നു, ആശയില്ലേ? ആ, അവൻ വരുന്ന പറഞ്ഞേ. നമുക്കത് നേരെ കളിക്കാം. ആ, നിങ്ങളുടെ ഈ ബോൾ ഉണ്ടല്ലോ, എന്നാ ബോൾ പാസ് ചെയ്ത് കളിക്കാം. ചിന്നു, വേഗം എനിക്ക് ബോൾ പാസ് ചെയ്യ്. ആരെ തരുന്ന? അത് ആശ വരുന്നുണ്ടല്ലോ. ആ, അവൻ എത്തിയോ? നിങ്ങൾ നേരത്തെ എത്തിയോ? ഇല്ല, ഇപ്പൊ കുറച്ചു മുമ്പ് വന്നതേ ഉള്ളൂ. ഇവനെ കാണാൻ എന്ത് വ്യത്യാസമായിട്ടുണ്ടല്ലോ. ഇതാരാ? അല്ലോ, ഇതെന്താ എനിക്ക് പറ്റിയേ? അയ്യോ, ഇവനെന്താ ഇങ്ങനെ? അല്ല, ഇതെന്താ സ്വന്തം പറ്റി? അല്ല, എന്റെ ഉമ്മ. നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് നേരെയാക്ക്. ആ, ഞാനിപ്പോ സഹായിക്കാം. ആഷി, ഇനി വലിച്ചിട്ടൊന്നും നീ അനങ്ങുന്നില്ലല്ലോ. നിങ്ങളും വാ, ഒന്ന് സഹായിക്കേ. ഇതായിരുന്നു. ഇതാരാ? നീയും തലകീഴായ? അല്ല, നമ്മളെന്താ ചെയ്യുക? ഇതെങ്ങനെ നമ്മൾ തലകീഴായി പോയേ? ഇവിടെ എന്തെല്ലാം നടക്കുന്നേ? ഞാനിപ്പോഴും പയ്യനെ കണ്ടു, അതിനുശേഷം ഇങ്ങനെയായേ. നീയോ? ആ, ഞാനും അവനെ കണ്ടതിന് ശേഷം എനിക്കും ഇങ്ങനെയായേ. പയ്യനോ? ഏത് പയ്യൻ? നോക്കട്ടെ. ഇനി ഇവനെയാണോ? ആ, അപ്പൊ അവൻ തന്നെ. എന്തെല്ലാം ഇവിടെ നടക്കുന്നേ? ഞാനൊന്ന് നോക്കിയേക്കാം. അതാരാണെന്ന് എനിക്കൊന്ന് കാണണല്ലോ. അയ്യോ ഉണ്ണി, വേണ്ട, നീ തലകീഴായി പോവും. അതേ ഉണ്ണി, നോക്കണ്ട. എന്നാലൊന്ന് കാണണല്ലോ. കണ്ട മൂന്നാൾക്കാരാണ് നീ തലകുത്തി വെക്കുന്നേ. എന്നാലൊന്ന് നോക്കിയാലോ, ആരാണിത് ചെയ്യുന്നതെന്ന് അറിയണ്ടേ. ഇവനിത് കൊള്ളാക്കും. ഉണ്ണി, ആകെ കൂടെ നീ മാത്രമേ ഇവിടെ മര്യാദക്കുള്ളൂ. അത് ശരിയാ, നമ്മുടെ വീട്ടുകാരെങ്കിലും വിളിച്ചോണ്ട് വരാൻ ഉണ്ണി തന്നെ വേണം. അതാ അവൻ നോക്കി. അവനും തലതിരിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അവനോട് നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞല്ലേ? പറഞ്ഞാ കേക്കില്ലല്ലോ. ഓഹോ, അപ്പൊ ഇവനാണല്ലേ ഇതിനെല്ലാം കാരണം. അല്ല, എന്നിട്ടെന്താ ഞാൻ തലതിരിഞ്ഞു പോവാത്തെ? അവൻ തലതിരിഞ്ഞില്ലേ? ഓൾറെഡി തലതിരിഞ്ഞതായോണ്ടായിരിക്കും. ഉണ്ണി, നീ വേഗം അവനെ പിടിക്കുക. അവനെ വെറുതെ വിടരുത്.